ഹായ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഞാനൊരു 2020 മുതൽ ഇന്ന് വരെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഞാനതിന്ന് ലാക്സ് ആൻഡ് ക്രോർസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ 4 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ, കുറച്ച് ഐഡിയകൾ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ 4 വർഷമൊക്കെ കണ്ടിന്യൂസ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന എന്തായാലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നി. ഓക്കെ, എടുക്കുന്ന ട്രേഡുകൾ ഡെയിലി എന്ത് ചെയ്യാം, ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ഒരു ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മറക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ട്രേഡിൽ നമുക്കൊരു മിസ്റ്റേക്ക് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ നാളെ നെക്സ്റ്റ് ഡേ പോയിട്ട് എന്ത് ചെയ്യും, ആ സെയിം മിസ്റ്റേക്ക് നമ്മൾ അവിടെ വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ട്രേഡ് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും അത് അനലൈസ് ചെയ്യേണ്ടി വരും. ഞാൻ എന്തായാലും ഒന്നും കൂടെ അത് റിവൈൻഡ് ചെയ്യും ആ ട്രേഡ്. അപ്പോൾ അതിലൂടെ എനിക്ക് എന്ത് ചെയ്യാം, മിസ്റ്റേക്ക് ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് സ്റ്റോക്കെല്ലാം ലോങ് ടേമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റിൽ ഒരു 15 പേര്, ഇത് കാണുന്ന ആളുകളിൽ ഒരു 10-15 പേരൊക്കെ വന്നിട്ട് എൻ്റെ PNL കാണുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് റിവീൽ ചെയ്യും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ അങ്ങനെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരാളൊന്നുമല്ല. പക്ഷേ 20 മുതൽ 24-25 വരെയുള്ള ഒരു ടൈമിൽ ഇതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് അതിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ചാനൽ ഉണ്ടാക്കി അത് നിങ്ങളെ പഠിപ്പിക്കണം, പിന്നെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു സ്കീമൊന്നുമല്ല. ജസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാനല്ല, എനിക്ക് നിങ്ങളെ കൂടെ ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇതിൽ ഷെയർ ചെയ്യും. ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ ലോജിക്കും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മിസ്റ്റേക്സും കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ റെഡിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ ഞാൻ ഡെയിലി വീഡിയോ ഇടാനാണ് എൻ്റെ പ്ലാന്. നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കൂടുക. പിന്നെ അതുപോലെ തന്നെ ഇത് ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ട്രേഡിംഗ് ഒന്ന് സെറ്റായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊരു ബിഗിന്നറാണ്. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷം എടുത്ത് പഠിച്ചാലും അത് തികഞ്ഞ ഒരാളുണ്ടാവില്ല. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കിതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് പോവാം. എല്ലാവരും കൂടുക, നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ നിഫ്റ്റിയിൽ എല്ലാവർക്കും അറിയാം എക്സ്പയറി ഡേ ആണ്, 30 ജനുവരി. അപ്പോൾ ഞാൻ ഇന്നെടുത്തൊരു ട്രേഡ്, അതിൻ്റെ ലോജിക്കും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിഫ്റ്റി നമുക്കറിയാം ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ നമുക്ക് 1, 2, 3, 4 ടച്ച് കിട്ടിയിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേമൊക്കെയായിട്ട് നമ്മൾ ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്നെടുത്ത ട്രേഡിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബജറ്റ് വരുന്നുണ്ട്. ഓൾറെഡി മാർക്കറ്റ് അത്യാവശ്യം കറക്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്. പിന്നെ അപ്പോൾ ഇത് ഒക്ടോബർ എന്നാണ്, സെപ്റ്റംബർ 20. ഓക്കെ, സെപ്റ്റംബർ മുതൽ ഈ ഒരു ട്രെൻഡ് ലൈന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വരച്ചു കൊടുക്കാം. നമുക്കിവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിലും ഓഗസ്റ്റ് 2 മുതൽ, അതായത് നമ്മുടെ നിഫ്റ്റി അന്ന് ഗ്യാപ് ഡൗൺ ആയി ഓപ്പൺ ചെയ്ത ഒരു ദിവസമാണിത്, ഓഗസ്റ്റ് 2, 3 ആ റേഞ്ച്. അപ്പോൾ അത് മുതൽ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നിഫ്റ്റിയിൽ. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത്, നമുക്കിവിടെ സപ്പോർട്ട് കിട്ടി. കറക്ഷൻ്റെ ഇടയിൽ നമുക്കിത് ഇവിടെ സപ്പോർട്ട് കിട്ടി 22,800 റേഞ്ചിൽ.
ഓക്കെ, അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് ഇത് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയാം. ഓൾറെഡി മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ ബജറ്റൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ഒരു റാലി പ്രതീക്ഷിച്ചിട്ട് നമുക്കൊരു അപ് ട്രെൻഡിൽ ട്രേഡ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വ്യൂ മുകൾക്ക് മൂവ് ചെയ്യുന്നില്ലതാണ്. ഞാനൊരു ഓപ്ഷൻ സെല്ലറാണ് കേട്ടോ. ഓപ്ഷൻ ബൈ അല്ല ചെയ്യുന്നത്, സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് എടുക്കാൻ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി എനിക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടി. ഇപ്പോൾ എനിക്കറിയാം മാർക്കറ്റ് ഇത് കുറേ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് മുകൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് മുകൾക്കുള്ള ട്രേഡ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് അതിൻ്റെ കളർ മാറ്റി തരാം, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ എനിക്ക്. ഇത് കണ്ടോ, എനിക്ക് ഈ ട്രെൻഡ് ലൈന് ഒരു ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച്, 5ാമത്തെ ടച്ചിൽ ഇത് പൊട്ടിച്ചു. ഇതിപ്പോൾ 2 ഹവറിൻ്റെ ടൈം ഫ്രെയിം. ആ ടൈം ഫ്രെയിം ചെറുതായി കഴിഞ്ഞാൽ അതിൻ്റെ റീടെസ്റ്റ് എല്ലാം കാണും. ഇതിപ്പോൾ 5 മിനിറ്റ്സ് ചാർട്ടാണ് കേട്ടോ. 5 മിനിറ്റ്സ് ചാർട്ടിൽ എന്താ കാണിക്കുന്നത്, ഇത് കണ്ടോ, ഇവിടെ ഇത്രയും എടുത്തിട്ട് ഇതിവിടെ ബ്രേക്കായി. ഓക്കെ, ബ്രേക്ക് ആയതിനു ശേഷം ഇതിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, റീടെസ്റ്റ് എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അധികം ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ യൂസ് ചെയ്യുന്നത് വോളിയം നോക്കും, പിന്നെ അതുപോലെ തന്നെ വി വാപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ 2 കൺഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന്, ഞാൻ വരച്ച ട്രെൻഡ് ലൈന് പൊട്ടിച്ച് അതിലൊരു റീടെസ്റ്റും കിട്ടി. ആ സെയിം ഏരിയയിൽ തന്നെ എന്തുണ്ട്, വി വാപ്പിൻ്റെ സപ്പോർട്ടും എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്ത് 23,200 സ്ട്രൈക്കിൻ്റെ ഇന്നത്തെ എക്സ്പയറിൻ്റെ സ്ട്രൈക്ക് എന്ത് ചെയ്ത് സെല്ല് ചെയ്ത് വിട്ട്. അത് നമുക്ക് നോക്കി നോക്കാം എത്രയാണ് ഉള്ളത്. ഞാൻ ഇത് ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് കേട്ടോ. നമ്മുടെ ഇത് പേപ്പർ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഓപ്ഷൻ സെല്ലിങ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റലെല്ലാം കൂടെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുന്നേ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിഡ് ബീസ് അതേപോലെ നിഫ്റ്റി ബീസൊക്കെ ഉണ്ട്, ഇൻഡെക്സ് ഫണ്ട്. ആ ഇൻഡെക്സ് ഫണ്ട് ഞാൻ ബൾക്ക് എമൗണ്ട് മേടിച്ചിട്ട് അത് ഞാൻ എന്ത് ചെയ്യും, സെറോദക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് ആ പൈസയും കൊണ്ടാണ് ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ മേടിച്ചിട്ടിട്ടുള്ള സ്റ്റോക്ക് എനിക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റൂല. പ്ലെഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ആ സ്റ്റോക്കിന്. അതുകൊണ്ട് ഞാൻ പഠിച്ച ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഞാൻ ഇതിലാണ് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ട്സ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സാധാ പോലെ തന്നെ ട്രേഡ് എടുത്തു തുടങ്ങും. അപ്പോൾ ഇത് റീടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ട്രെൻഡ് ലൈനിലും വി വാപ്പിലും അടിച്ച ടൈമിൽ 23,200 എന്ന് പറഞ്ഞ സ്ട്രൈക്കിൻ്റെ പ്രൈസ് 73 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 73-ൽ ഞാനത് എടുത്തിട്ട് അപ്പോൾ എനിക്ക് അധികം സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 73 എന്ന് പറഞ്ഞ റേഞ്ച് എത്തിയപ്പോൾ ഇതിൽ 3ാമത്തെ ടച്ചിന് വേണ്ടിയിട്ട് പ്രൈസ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലാക്കാം, ഇനി എൻ്റെ വ്യൂ തെറ്റാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഇപ്പോൾ ഈ വി വാപ്പ് പൊട്ടിക്കാൻ എത്ര പോയിൻ്റാണ് ഉള്ളത്, വി വാപ്പിൻ്റെയും ട്രെൻഡ് ലൈനിൻ്റെ ഇടയിൽ എനിക്ക് ആകെ ഉള്ളത് 15 പോയിൻ്റാണ് നമ്മുടെ നിഫ്റ്റിൻ്റെ ചാർട്ടിൽ. അപ്പോൾ ഞാനൊരു 50 പോയിൻ്റ് കണക്കാക്കിയിട്ട് അതിനുള്ള പ്രീമിയം ഞാൻ എന്ത് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതുവരെ എത്തിയാൽ എനിക്ക് മനസ്സിലാവും, ഈ ട്രെൻഡ് ലൈനും വി വാപ്പും പൊട്ടിച്ചാൽ എനിക്ക് മനസ്സിലാവും എൻ്റെ വ്യൂ തെറ്റാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് ആ ട്രേഡിൽ നിന്ന് ഇറങ്ങാൻ നല്ലത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടാർഗറ്റായിട്ട് വെക്കുന്നത് ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 80-70% ഇത് കണ്ടോ, അതിൻ്റെ ആ ട്രെൻഡ് ലൈനിൽ മുന്നെടുത്ത റെസിസ്റ്റൻസ് ഏതാ, ഈ ഒരു പോയിന്റ് 23,340 എന്ന് പറയുന്ന ഈ ഒരു വൈറ്റ് ലൈന്. ഓക്കെ, അപ്പോൾ ആ ഒരു വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് കുറേ സ്ഥലത്ത് റെസ്പെക്റ്റ് ചെയ്തൊരു റേഞ്ചാണ്. അപ്പോൾ അതുവരെ മാർക്കറ്റ് ജസ്റ്റ് വന്ന് ടച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് എൻ്റെ ഇന്നത്തെ ട്രേഡിൻ്റെ ലോജിക്ക്. അപ്പോൾ ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, എനിക്ക് ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യണ്ട, പ്രൈസ് അവിടെ എത്തണം, എന്നാലേ എനിക്ക് പ്രോഫിറ്റ് വരുള്ളൂ എന്നുള്ളത് ഒരു ഇതില്ല. എനിക്ക് എത്ര ലേറ്റ് ആവുന്നു, എത്ര ലേറ്റ് ആയിട്ടാണോ ഇവിടെ എത്തുന്നത് അത്രയും എനിക്ക് നല്ലത്. കാരണം എനിക്ക് അതുവരെ അല്ലേ പ്രീമിയത്തിൻ്റെ ഡീക്ക് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും. കാരണം ഞാൻ ഓപ്ഷൻ സെല്ലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തോരം ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ എത്തിയാൽ മതി. എനിക്ക് ഇവിടെ എത്തണം എന്നില്ല, ഇതിൻ്റെ ഞാൻ എടുത്ത ഈ ഒരു പ്രൈസിൻ്റെ താഴേക്ക് പോവാൻ ഞാൻ മതി. ഇതുവരെ വന്നാലും എനിക്ക് പ്രശ്നമല്ല, സൈഡ് പോയാലും പ്രശ്നമല്ല, മുകൾക്ക് പോയാൽ അത്രയും നല്ലത്. അതാണ് ഇപ്പം ഇന്നത്തെ ട്രേഡ്. അപ്പോൾ എന്തായി നോക്കി നോക്കാം. ഇത് കണ്ടോ, ഞാൻ 73 എടുത്ത ട്രേഡാണ്. എനിക്കിപ്പോൾ 37 വരെ എത്തിയിട്ടുണ്ട്. 75 ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, ഞാൻ അതിൻ്റെ ഈ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ് കേട്ടോ. ഓപ്ഷൻ സെല്ലിങ് റിസ്ക് ആണ്, റിസ്ക് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓപ്ഷൻ സെല്ലിങ് നല്ല റിസ്ക് ഉള്ള പരിപാടി, നമ്മൾ നോക്കി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിപ്പോൾ ഞാനിവിടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, പ്രീമിയം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ വിചാരിക്കുക ഓപ്ഷൻ ബൈ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ വന്ന് ഇതടിച്ച ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, 23,200 കോൾ ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഞാൻ ഇതുവരെ ടാർഗറ്റ് വെച്ചു. പക്ഷേ ആ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു നോക്ക്. അത്രയും പ്രീമിയം ഡീക്ക് എനിക്ക് ലോസ് ആയിട്ട് വരും. പക്ഷെ ഓപ്ഷൻ സെല്ലാവുമ്പോൾ എന്താണ്, എനിക്ക് നേരെ തിരിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇനി എനിക്ക് ഇതിൻ്റെ താഴേക്ക് വന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഞാൻ സാധാരണ 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കൊടുക്കലും പിന്നെ 30 പോയിന്റ് ഞാൻ ടാർഗറ്റ് ആയിട്ട് വെച്ചു. 1:2 ഞാൻ ട്രേഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ടാർഗറ്റ് വെക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ എടുത്ത പോയിന്റ് ഏതാ, 228 ഞാൻ എടുത്തത്. 260 നിൽക്കുന്നത്. എത്ര പോയിൻ്റാണ് ഉള്ളത്, 30 പോയിൻ്റാണ് ആകെ എൻ്റെ ഫേവറിൽ മൂവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 30 പോയിന്റ് മൂവ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്ത്, 73 ഞാൻ സെല്ല് ചെയ്ത സാധനം 30 പ്രീമിയം എത്തി. എത്ര പോയിന്റ്, 40 സംതിങ് പോയിന്റ് ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. 40 പോയിന്റ് ഇവിടെ മൂവ് ചെയ്തപ്പോൾ. ഓക്കെ, ഇതിപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡാർ ലോസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി ടൈം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, എനിക്ക് അവിടെ പ്രീമിയം ഡീക്കായി കണ്ടിരിക്കും ചെയ്യും. ഇനി അതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ട് മുകൾക്ക് പോയാൽ അത്രയും നല്ലത്. എനിക്കിനി ആകെ എൻ്റെ SL അടിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ വന്നിട്ട് ഒരു സഡൻ ആയിട്ടൊരു ഫോള് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ SL ഹിറ്റ് ചെയ്യും. കാരണം വിക്സൊക്കെ അത്യാവശ്യം ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ VWAP പൊട്ടിച്ചിട്ട് പ്രൈസ് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യുന്ന വരെ ഞാൻ ഈ പൊസിഷനിലിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ഈ പൊസിഷൻ നോക്കി നോക്കാം. ഇത് കണ്ടോ, ഇപ്പോഴും പ്രോഫിറ്റിലാണ്. അതായത് ഇതിപ്പോൾ എക്സ്പയറി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ലോസിൽ നിൽക്കേണ്ട ഒരു ടൈമാണ്. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ആ സ്ട്രൈക്ക് 0 എത്തിയേ പറ്റുള്ളൂ. അതായത് 23,200 എന്ന് പറഞ്ഞ ആ സ്ട്രൈക്ക് 23,200 പ്രൈസ് എത്തിയിട്ടില്ലെങ്കിൽ അത് 0 എത്തിയേ പറ്റുള്ളൂ ഇന്ന് മാർക്കറ്റ് അടക്കുന്നതിന് മുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കെതിരെ കുറച്ചുകൂടെയൊക്കെ താഴേക്ക് മാർക്കറ്റ് പോയിട്ടും നമ്മൾ ലോസിൽ വരാഞ്ഞത്. ഇപ്പോൾ കണ്ടോ, ഇത്രയും ഇറങ്ങിയിട്ട് വരെ നമ്മൾ പ്രോഫിറ്റിലായിരിക്കുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൽ നിന്ന് പിന്നെയും ഒരു ക്യാൻഡിൽ വരുന്നുണ്ട്. ഞാൻ ഹൈക്കനാശിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ക്യാൻഡിൽ സ്റ്റിക്ക് അല്ല. ഇത് എനിക്ക് കംഫേർട്ട് ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പലർക്കും പല പോലെ ആയിരിക്കും. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ VWAPൽ തന്നെ പോയിട്ട് തട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും പൊസിഷനിൽ തന്നെ ഇരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ട്രെൻഡ് ലൈന് കട്ട് ചെയ്ത് പ്രൈസ് താഴെ വന്നു കഴിഞ്ഞാൽ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ആവും. അതാണ് പ്ലാന്. ഞാനെടുത്തത് ഈ ക്യാൻഡിലിൻ്റെ ബോട്ടത്തിൽ, അതായത് 23,230. ഇപ്പോൾ എത്രയുള്ള പ്രൈസ് നിൽക്കുന്നത് നോക്ക്.
23,230 സെയിം പ്രൈസിലാണ്. ഞാൻ എവിടുന്നാണോ പൊസിഷനിൽ ആഡ് ആയത് ആ സെയിം പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. പക്ഷേ അപ്പോഴും നമ്മളെന്താണ് പ്രോഫിറ്റിലാണ്. ഏകദേശം 30 പോയിന്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് സൈഡ് പോയാലും മതി, അല്ലെങ്കിൽ മുകളിൽ കയറിയാലും രണ്ടും ഓക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ ബൈ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. എക്സിറ്റ് ചെയ്യണോ, ഇല്ല ലോസും വെച്ച് കൊണ്ട് എക്സിറ്റ് ചെയ്യണോ, അതോ മാർക്കറ്റ് തിരിച്ചു കയറോ, ഈ ഒരു കൺഫ്യൂഷനിലായിരിക്കും. കാരണം വി വാപ്പിൻ്റെയും ഈ ട്രെൻഡ് ലൈനിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഇത് കണ്ടോ, ഇവിടെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടുന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫർദർ മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് തോന്നുന്നുണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ ബ്രേക്കായി. ക്യാൻഡിൽ ക്ലോസ് ആവട്ടെ. അപ്പോൾ നമുക്ക് 1 മിനിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, 1 മിനിറ്റ് ആട്ടോ, ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് ആയി. അപ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മൾ പൊസിഷനിൽ കണ്ടോ 3,400 27-8 പോയിന്റ് ഇതിലപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെതിരെ എത്രയും മാർക്കറ്റ് വന്നിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ട്രെൻഡ് ലൈനിൽ പോയിട്ട് അത് റീടെസ്റ്റ് അടിക്കുമ്പോൾ എന്തായാലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് അവിടെ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും, അല്ലെങ്കിൽ ഓക്കെ. ഇപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. എക്സിറ്റ്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് 2,966. ഏകദേശം എത്ര പോയിന്റ് പിടിച്ച് ഇപ്പോൾ ഇന്നത്തെ പെർഫോമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ 3,000. ഓക്കെ, നമ്മുടെ എൻട്രി പോയിന്റ് 73 ഓക്കെ, 31 നമ്മൾ എക്സിറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ 15 പോയിൻ്റാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതാ 88 സ്റ്റോപ്പ് ലോസ് 88 നിങ്ങൾക്ക് കാണാം. അപ്പോൾ 73 88 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 പോയിന്റിന് നമ്മൾ 75 ക്വാണ്ടിറ്റി 75 ക്വാണ്ടിറ്റിക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1,200 അകത്തേ വരുള്ളൂ. അപ്പോൾ നമുക്ക് 15ൻ്റെ 1:2 നമ്മൾ ടാർഗറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 30 പോയിന്റ് വെക്കണം. അപ്പോൾ 73 30 പോയിന്റ് പോയി കഴിഞ്ഞാൽ 43 നമ്മുടെ ശരിക്കുള്ള ടാർഗറ്റ്. ഓക്കെ, നമുക്ക് 31 വരെ കിട്ടിയിട്ടുണ്ട്. അതായത് ടാർഗറ്റ് കഴിഞ്ഞൊരു 11 പോയിന്റും കൂടെ നമുക്ക് 11-12 പോയിന്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡും ഓക്കെയാണ്. എൻ്റെ ഈ ഒരു മന്തിൽ ഞാൻ ചെയ്ത ഇപ്പോൾ ജനുവരി മുതൽ ഞാൻ ചെയ്ത ട്രേഡുകളാണ് കേട്ടോ. ഇതാണ്ടോ, പ്രോഫിറ്റ് വരുമ്പോൾ 3ൻ്റെ അടുത്ത് വരുന്നുണ്ട്, ലോസ് പോകുമ്പോൾ 1,200 അകത്താണ്. ഇത് കണ്ടോ. പിന്നെ ഈ 1,300 എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എത്താതെ ഇൻട്രാഡേയിൽ ക്ലോസ് ആവുന്നതാണ് കേട്ടോ. അതാണ് ഈ 1,300 കാണുന്നത്. ഇത് കണ്ടോ, 2 ഇതൊക്കെ അതുപോലെ സംഭവിച്ചാൽ ഈ 326 2,800 2,100. നമ്മൾ സ്റ്റോപ്പ് ലോസ്, അതായത് നഷ്ടം എത്ര കുറക്കുക, ലാഭം ഉള്ള, അതായത് പ്രോഫിറ്റിലുള്ള ട്രേഡ് നമ്മൾ വിന്നിങ് ട്രേഡ് ആണെങ്കിൽ അത് റൺ ചെയ്യിപ്പിക്കാം. നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ പിന്നെ മാക്സിമം ലോസ് കുറക്കുക. അപ്പോൾ നമ്മൾ ഓവറോൾ എന്ത് ചെയ്യും, പ്രോഫിറ്റിലാവും. ഓക്കെ, ശരിക്കും നമ്മൾ ഈ വി വാപ്പ് പൊട്ടിച്ചിട്ട് ഈ വി വാപ്പിൽ തന്നെ പോയിട്ട് റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും കട്ട് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വി വാപ്പ് പറഞ്ഞൊരു ഇൻഡിക്കേറ്ററാണ്. മീൻസ് അതിനെ ഞാനൊരു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ട്രേഡിങ്ങിന്. പക്ഷേ ഞാൻ വരച്ച എൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ആയിരുന്നു. ആ ട്രെൻഡ് ലൈനിൽ തട്ടി ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ട്രേഡ് ചെയ്ത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത്, ഇതുണ്ടോ, ബ്രേക്ക് ചെയ്ത് താഴെ ഇറങ്ങി ഞാൻ പൊസിഷനിൽ നിന്ന് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചു കയറിയാലും ഓക്കെ, പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ശരിക്കും പാറ്റേൺ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ട്രേഡിൽ നിന്ന് ഇറങ്ങാനാണെങ്കിൽ ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക്
വി മാപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ കാണാം. ഇത് കണ്ടോ, 1 2 3 4 നാലാമത്തേൽ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിയിരുന്നു. ഇവിടുന്ന് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യായിരുന്നു, പക്ഷേ മേജർ ട്രെൻഡ് ലൈന് ഇതായിരുന്നു. അപ്പോൾ ഇത് പൊട്ടിയപ്പോൾ ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെല്ലിങ്ങിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. ഇതാ ഞാൻ ഇവിടുന്ന് എടുത്തത് ഇതാ 23228 ഞാൻ കട്ട് ചെയ്തത് എവിടെയാണ്, 23200. ഞാൻ എടുത്തതിൻ്റെ 30 പോയിന്റ് താഴെ കട്ട് ചെയ്തിട്ടും എനിക്ക് 40 പോയിന്റ് പ്രീമിയം എനിക്ക് കിട്ടി. അതൊന്ന് എക്സ്പയറി ഡേ ആണ്, അതുകൊണ്ടാണ് അത്രയും DK ഉണ്ടാവും. പക്ഷേ ഇവിടെ എനിക്ക് പ്രോഫിറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം, അതായത് 12:15 മുതൽ 1:50 വരെയുള്ള ഈ ടൈമാണ് എൻ്റെ പ്രോഫിറ്റ്. എത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തോ അതാണ് എൻ്റെ പ്രോഫിറ്റ്, അല്ലാതെ പ്രൈസ് മൂവ് ചെയ്യുന്നതല്ല. സെല്ലിങ്ങിൽ നമുക്ക് DK കിട്ടണമെന്നുണ്ടെങ്കിൽ